അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് സത്യം പറഞ്ഞ ഡിന്നർ ഉണ്ടാക്കാൻ ഭയങ്കര മടിയെന്ന് പറയാട്ടോ. അപ്പൊ ചേട്ടൻ പോയി വാങ്ങിയിട്ട് വന്നതാണ്. ഇതെന്തായിരുന്നു? പൊറോട്ടയോ? ഇത് പൊറോട്ട. ഏട്ടൻ ഇവിടെ എനിക്ക് വർക്ക് ചെയ്യണേന്നാണ്. പിന്നെ കുറെ ദിവസങ്ങളായി പൊറോട്ട കഴിക്കണമെന്ന് വിചാരിക്കില്ല. വേറെ പിന്നെ അങ്ങനെ മറന്നു പോകും. കഴിക്കണമെന്ന് വിചാരിക്കും, ആ സമയത്ത് പിന്നെ അത് മറന്നു പോകും. അപ്പൊ ഇന്ന് പൊറോട്ടയും കൂടെ വാങ്ങിക്കുക. പൊറോട്ടയല്ല, സോറി, ബീഫ്. പൊറോട്ടയല്ലാട്ടോ, എന്തൊക്കെയോ പറയുന്നു. ബീഫ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ബീഫ് കിട്ടുന്നത്. ബീഫിന്റെ കൂടെ ഈ നൂൽപുട്ട് ഉണ്ടാവും. ഒരു നൂൽപുട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ബീഫ് കറി, എന്നിട്ട് ഒരു നൂൽപുട്ട്. ഇത് ഇനിയിപ്പോ നമ്മള് നൂൽപുട്ട് വേണ്ടാന്ന് പറഞ്ഞാലും അവർ തരും. 2 എണ്ണം ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ വരിക. കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റ് ആവട്ടെ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ഇത് പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അതിനുള്ള കറികള്, റൈത്ത, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. പൊറോട്ട കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ലെയർ ആയിട്ടൊന്നും കിട്ടില്ല, കുറച്ച് തിക്ക് ഉണ്ടാവും. അപ്പോ തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഡിന്നർ ഉണ്ടാക്കാൻ വയ്യാതെ ആയത്. പൊതുവെ തലവേദന, മൈഗ്രൈൻ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഹെവി ഫുഡ് കഴിച്ചാൽ അപ്പം മാറും കേട്ടോ. കുറെ വീഡിയോസിൽ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും പറഞ്ഞു മാത്രം. എന്താ അറിയില്ല, ഇതിപ്പോ തലവേദന മാത്രമല്ല, എന്തൊരു അസുഖം ഉണ്ടെങ്കിലും പുറത്തുപോയി ഫുഡ് കഴിച്ചാൽ അപ്പം മാറും. അതിങ്ങനെ വാങ്ങിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ബീഫ് വാങ്ങിച്ചാലും പറ്റുമെന്ന് പറഞ്ഞില്ല.